ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് RBI അപ്രൂവ് ചെയ്തിട്ടുള്ള പുതിയൊരു ലോൺ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. 1000 തൊട്ട് 1,00,000 വരെയൊക്കെയാണ് ഇവർ നമുക്ക് ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു അടിപൊളി ആപ്പ് എന്ന് പറയാനൊന്നുമില്ല, ഒരു ആവറേജ്. അതായത് നമുക്കിപ്പോൾ ലോൺ എമൗണ്ടൊക്കെ അത്യാവശ്യമാണ്, വേറെ ആപ്ലിക്കേഷനുകളൊന്നും നമുക്ക് ട്രൈ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രൈ നോക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ചെറിയ രീതിയിൽ ലാഗാണ്. കാരണം നമുക്ക് അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് അറിയാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഏകദേശം 48 മണിക്കൂറോളം എടുത്തു. അത് റിജക്റ്റഡ് ആണ് എനിക്കത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ആപ്ലിക്കേഷനെ പറ്റി പറയാം. ആപ്ലിക്കേഷൻ്റെ പേര് സാപ്പ് മണി എന്നാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കിനി ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ സാലറീഡ് ആണ്, സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാലറി ബേസിലുള്ള ലോണുകൾ നമ്മൾ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ NBFCകളിലേക്ക് സാലറി അനുസരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. 1000 രൂപ തൊട്ടാണ് ഈ ആപ്ലിക്കേഷൻ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കോളേജ് സ്റ്റുഡൻസിനും സാലറിഡ് എംപ്ലോയീസിനും സെൽഫ് എംപ്ലോയീസിനും ഒരേപോലെ നമുക്ക് എമൗണ്ട് അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിലെ കോളേജ് സ്റ്റുഡൻസിന് എന്തായാലും ചെറിയ എമൗണ്ടൊക്കെ ആയിരിക്കും അപ്രൂവൽ കിട്ടുക. അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻ കാർഡും പിന്നെ കോളേജ് ID കാർഡും പിന്നെ ജസ്റ്റ് ആധാർ കാർഡും മാത്രം മതി കോളേജ് സ്റ്റുഡൻസിന്. പിന്നെ സാലറിഡോ സെൽഫ് എംപ്ലോയിഡോ ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡോക്യുമെൻറ്റ്സും പിന്നെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം മതി. പിന്നെ നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് 18% തൊട്ട് 36% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ടെന്യൂർ അവർ പറയുന്നത് 3 മാസം തൊട്ട് 12 മാസം വരെയാണ് ടെന്യൂർ തരുന്നത്. പിന്നെ പ്രോസസ്സിംഗ് ഫീ ഒക്കെ നമ്മുടെ ലോൺ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. അതുപോലെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സാപ്പ് മണി എന്ന് പറഞ്ഞ ലോൺ ആപ്പ് എല്ലാ ലൊക്കേഷനുകളിലൊന്നും അവൈലബിൾ അല്ല. അത് അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷനും അതുപോലെ എന്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്ലൈ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നെക്സ്റ്റ് അടിച്ച് നമ്മുടെ ഫോൺ നമ്പറൊക്കെ അടിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ അടിക്കാം. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷൻ സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ സാലറി ആണെന്നുണ്ടെങ്കിൽ സാലറി കൊടുക്കുക. ഇനിയിപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ സാലറിയാണ് കൊടുക്കുന്നത്, അപ്പോൾ ഞാൻ സാലറി കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കുന്നൊന്നുമില്ല. ആകെ നമുക്ക് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്ത് അത് കണ്ടിന്യൂ അടിക്കാം. അത് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറൊക്കെ ഒരു പേജ് കാണിക്കും. അതിനുശേഷം നമുക്ക് അവിടെ കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 lakh വരെ അപ്രൂവലിനൊക്കെ പറഞ്ഞ് കാണിക്കാം. അതൊക്കെ വെറുതെ കാണിക്കുകയാണ്, അതൊന്നും കിട്ടില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസ് കൂടി അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സാലറി അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അതിനുശേഷം സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും കാണിക്കുക. അതായത് ഇതിൽ നമ്മൾ നമ്മുടെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ഓരോ മാസമായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനവിടെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലോഗിൻ ടു നെറ്റ് ബാങ്കിങ് അടിച്ചതിന് ശേഷം നമ്മുടെ നെറ്റ് ബാങ്കിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കേണ്ട ഒരു സെക്ഷൻ വരും. അതൊക്കെ അടിച്ചു കൊടുത്ത് OTP ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ പ്രോസസ്സിങ് കാണിച്ചൊരു 5 മിനിറ്റോളം ഇങ്ങനെ നിൽക്കും. അതിനുശേഷം നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് ഇപ്പോൾ എനിക്കിവിടെ അപ്രൂവ് ആയിട്ടുള്ളത് 4000 ആണ് എമൗണ്ട്. എമൗണ്ട് കാണിക്കും. എമൗണ്ട് നമ്മൾ വിഡ്രോ നോ അടിക്കുക. വിഡ്രോ നോ അടിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേജിലായിരിക്കും. അതിനുശേഷം നമുക്ക് റിവ്യൂവിന് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കാണിക്കും. അതായത് അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജായിരിക്കും കാണിക്കുക. അവർ പറയുന്ന 24 മണിക്കൂർ കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് 24 മണിക്കൂറൊന്നും ആയിരുന്നില്ല, എനിക്കിതൊരു 48 മണിക്കൂറോളം എടുത്തു. അതിനുശേഷം എനിക്ക് ഈ പേജിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് റിജക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പുകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേജായിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ടേക്ക് ആക്ഷൻ കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KYC എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ KYCയുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ ഇമെയിൽ ID ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ട്. അതും പിന്നെ ഈനാച്ചും റെഫറൻസ് ആയിട്ട് 2 കോൺടാക്റ്റും കൊടുക്കണം. അതാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പേജ് അടിക്കാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ KYCയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ നല്ല ഹൈ ആയിരിക്കണം. അതുപോലെ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോണിൻ്റെയൊക്കെ ആക്സസ് കൊടുക്കുക. പിന്നെ ഒറിജിനൽ പാൻ കാർഡൊക്കെ കൈപ്പിടിക്കുക. അതാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ റെഫറൻസ് ആയിട്ട് 2 പേരുടെ ഡോക്യുമെൻറ്റ്സ് നമ്മളവിടെ അടിച്ചു കൊടുക്കുക. അതായത് അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കംപ്ലീറ്റ് നൗ കൊടുക്കുക. അതിന് മുന്നേ തന്നെ നിങ്ങൾ റെഫറൻസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഈനാച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് നിങ്ങൾ UPID വെച്ചിട്ട് തന്നെ ഈനാച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്യുക.
അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു. ഇനി നമുക്ക് 24 മണിക്കൂറിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.